Good morning, guys. Rahul and E2. Welcome to my T84 vlog. So, ഇന്ന് രാവിലെ എണീറ്റു ആൻഡ് ഇന്നൊരു റിസോർട്ട് ഷൂട്ടാണ് ആക്ച്വലി പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ്. ഉറക്കം എണീറ്റുള്ളൂ. ഇപ്പോൾ കിച്ചണിലാണ്. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബാക്കി ഞാൻ അവിടെ എത്തിയ ശേഷം എങ്ങനെയായിരുന്നു ഷൂട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടിടാം. സോ പ്ലീസ് ലൈക്ക്, ഷെയർ, ഓക്കെ. നേരത്തേക്ക് എണീറ്റു, പക്ഷേ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഞാൻ അജിത്തും കാറിലായിരുന്നു പോയിരുന്നത്. എത്തിയത് ഏകദേശം ഒരു ഉച്ച കഴിയുമ്പോഴാണ്. റൂമിലോട്ട് പോയി മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ലോബിയിലോട്ട് തിരിച്ചു വന്നു. ദാറ്റ് വാസ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. അറ്റ് ദ സെയിം ടൈം ഇൻഡസ്ട്രിയിലാണ് 8 years എക്സ്പീരിയൻസ് നമുക്ക് കൂടും തോറും എനിക്കറിയില്ല, ഫോർ മീ വാട്ട് ഐ ഫീൽ ലൈക്ക് ഐ എം ഭയങ്കര റെസ്പോൺസിബിൾ ആവുന്നത് പോലെയാണ്. യെസ്, എക്സ്പീരിയൻസ് നമുക്ക് കുറച്ചുകൂടി ഒരു മൈൻഡ് കുറച്ച് ഫ്രീ ആയിരിക്കും, ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, റെസ്പോൺസിബിലിറ്റി കൂടും. ഫസ്റ്റ് വന്നു, എൻട്രിയുടെ ഒരു വീഡിയോ എടുത്തു. സോ അവരുടെ വെൽക്കം ഡ്രിങ്ക് തന്നു. സോ അതിനുശേഷം നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ അവരുടെ അടുത്ത് നിന്ന് ടിപ്സുകളെല്ലാം മനസ്സിലാക്കി. ഫുഡിൻ്റെ ടേസ്റ്റ് കൂടുതലായപ്പോൾ ഞാൻ അവരോട് അതൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. പിന്നെ കഥകളി കാണാൻ പോയി. അതിനുശേഷം മോർണിംഗ് ട്രക്കിങ്ങിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. വൺസ് ഇൻ എ വെയിൽ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ബാംബു റാഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ ആ മുളയില്ലേ അതിൽ അവർ കെട്ടിയിട്ട് ഉണ്ടാക്കിയതാണത്. അതിലൂടെയാണ് വാക്ക് ചെയ്യുന്നത്. അതിനുശേഷം ജീപ്പ് സഫാരി. ഈ ജീപ്പ് സഫാരി എന്ന് പറയുന്ന ടൈം നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഇതൊരു ഈവനിങ് ടൈം ആണ്. പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ക്ലൈമറ്റ് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ചൂടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ സീരിയസ്ലി നമ്മൾ പോകുമ്പോൾ ആ ഒരു ഹീറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ജീപ്പിൽ പോകുമ്പം ദ ക്ലൈമറ്റ് വാസ് റിയലി സപ്പോർട്ടിങ് വേഴ്സ് ടു മേക്ക് us സോ കാം. നമുക്ക് വീണ്ടും വീണ്ടും അവിടേക്ക് പോകാനായിട്ട് തോന്നുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതിനുശേഷം കഥകളിയിലെ പെർഫോമൻസ് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു അവരെ പോയി പരിചയപ്പെടണം, അവരോട് സംസാരിക്കണം. ബിക്കോസ് ടാലൻറ്റ് ഞാൻ ഇപ്പം ഈ ഇൻഡസ്ട്രി നിൽക്കുന്ന നമ്മളെ പോലുള്ളവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ സപ്പോർട്ട് ചെയ്യുക? ടാലൻറ്റ് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അതൊരു പക്ഷെ വീണ്ടും വീണ്ടും അവരും കുറച്ചും കൂടെ എന്താ പറയുക, നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും അവർക്ക് ഇനിയും നമുക്ക് വേണ്ടി ഒരുപാട് പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ടുള്ളൊരു ബൂസ്റ്റപ്പ് അവർക്കുണ്ടാകും. പിന്നെ അതിനുശേഷം നമ്മൾ ട്രൈബൽ ആളുകൾ, പണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അവർ തന്നെയാണ് ഇപ്പം നമ്മളെ ഗൈഡായിട്ട് ട്രക്കിങ്ങിന് പോകുമ്പോൾ ഉണ്ടാവുക. അവരെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ അവർ വർക്ക് ചെയ്യാണ്. ഇത് ഗവൺമെൻറ് പെർമിഷനോട് കൂടിയാണ് നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നത്. അപ്പോൾ അതിനവിടെ ഒരു ഫീ കൊടുക്കണം. അത് ഐ ഗെസ് ലൈക്ക് 2500 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ഈച്ച് ആൻഡ് 1 person. പക്ഷേ നമ്മൾ ഒരു മണിക്കൂറുകളോളം നടക്കും അങ്ങോട്ട്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങോട്ട് നടക്കും മണിക്കൂറുകളോളം. അതിനുശേഷം അവിടെ റീച്ച് ആയി കഴിഞ്ഞ ശേഷം ബാംബു റാഫ്റ്റിംഗ് നമ്മൾ കണ്ടല്ലോ, അതിൽ പോയി നമ്മൾ ആ പുഴയിലൂടെ എൻഡ് വരെ പോയിട്ട് അവിടെ കുറച്ച് സീനറീസ് ഉണ്ട് കാണാം. പിന്നെ എഗെയിൻ നമ്മൾ തിരിച്ചു വരും. തിരിച്ചു വരിക എന്ന് പറയുന്നത് ഇവിടെ വേറെ ജീപ്പോ ഈ പറയുന്ന വണ്ടിയോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ തന്നെ നടന്ന് തിരിച്ചു വരണം. കാരണം അവിടെ വേറെ ഫെസിലിറ്റി, ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നടക്കുക, അതാണ്. അപ്പം നമ്മൾ നടന്ന് പിന്നെ ഒരു കാര്യമുണ്ട്, അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. അവർ നമുക്കൊരു പൊടി മേടിക്കാൻ പറയും. നമ്മൾ പോകുന്ന വഴി തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ആ പൊടി ജസ്റ്റ് ഒന്ന് മേടിക്കാൻ പറയും. കാരണം നമ്മൾക്ക് അവർ പ്രത്യേകം ഒരു ഷൂ പോലെ തരും. ആ ഷൂ ആണ് നമ്മൾ വേറെ ചെയ്യുന്നത്. ഒരു ഷൂവിന് ക്യാനിന് മുന്നേ ആയിട്ട് ഇടാനായിട്ട് ഒരു ഷോക്കിൻസ് പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ വീഡിയോയിൽ കാണാൻ ശ്രദ്ധിച്ചു നോക്കിയാൽ കാര്യം ഷോക്കിൻസ് പോലത്തെ ഒരു തരും. അത് അവെയർ ചെയ്തിട്ട് ആ പൊടി നമ്മൾ അപ്ലൈ ചെയ്യണം. കാരണം അല്ലെങ്കിൽ അട്ട കയറും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഷൂസ് കൊണ്ടുപോകുന്നതായിരിക്കും ഫാർ ബെറ്റർ. ബിക്കോസ് ഇത് ഷോക്കിൻസ് ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആകുമ്പോൾ നമുക്ക് നടക്കുമ്പം ഒരു ചെറിയ പെയിൻ ആദ്യമൊന്നും അറിയില്ല, പിന്നെ പെയിൻ ഫീൽ ചെയ്യും. പിന്നെ ഇടയ്ക്ക് കഥകളി മോഹിനിയാട്ടം കണ്ടില്ലേ? സോ ആ വിഷ്വൽസ് ഇടയിൽ കയറി വന്നത് എന്തായാലും ഇപ്പോൾ ഇരിക്കട്ടെ. ലെറ്റ്സ് ഗോ വിത്ത് ദ ഫ്ലോ. അത് ഞാൻ ആക്ച്വലി ഇവിടെ അല്ല ഇടാം ഉദ്ദേശിച്ചത്, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വരാനുള്ള വിഷ്വലായിരുന്നു. ബട്ട് ഷീ ഈസ് റിയലി ടാലന്റഡ് പേഴ്സൺ ഫോർ ഷുവർ. ാണ് ട്രക്കിങ്ങിന് വന്നാണ്. അപ്പം ബാംബു റാഫ്റ്റിങ്ങിന് വേണ്ടി പോകാൻ പോവാണ്. ഒരു പ്രാവശ്യം നമ്മൾ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ എന്നെ പോലെ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നടക്കാൻ തന്നെ മടിയാണ്. പക്ഷെ എനിക്കറിയില്ല ഞാൻ എങ്ങനെ ട്രാവൽ. ഇപ്പോൾ ഞാനുണ്ട്, ഫോട്ടോഗ്രാഫറുണ്ട്, പിന്നെ ഇവിടെ ഗവൺമെൻറ് സ്റ്റാഫ്സ് ഉണ്ട്. സോ വന്നത് അറിഞ്ഞില്ല. ആക്ച്വലി ഈ
ഈ ഒരു നേച്ചറും വന്നിട്ട് നമുക്ക് ഭയങ്കര സപ്പോർട്ടീവാണ്. ഒരു ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ഇവിടെ ഇറക്കുമ്പോൾ നല്ല വെയിലാണെന്നാണ് പറയുന്നത്. ഇനി ഇങ്ങോട്ട് തിരിച്ചറിയുമ്പോൾ എന്നെ മനസ്സിലാവുമെന്ന് എനിക്കറിയുണ്ട്. പക്ഷേ സ്റ്റിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. വൺസ് ഇൻ എ വേ ഫോർ ഷുവർ. വിളിച്ചാൽ മതിയേ, ഞങ്ങളിവിടെ ഉണ്ട്. ആക്ച്വലി എല്ലാവരും ഫുഡ് കഴിച്ചു. ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെയാണ് നമ്മുടെ ട്രക്കിങ്ങിന് കൊണ്ടുവന്ന് അവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഒരു ഫുഡും കഴിച്ച് എല്ലാ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കഴുകി വാഷ് ചെയ്ത് വെച്ചു. സോ ടോയ്ലറ്റ് പോയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ബാഗെല്ലാം എടുക്കാൻ പറഞ്ഞു. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം, അതുകൊണ്ട് അതെന്തായാലും ഡിസ്റ്റർബൻസാണ്. സോ നമ്മളെല്ലാ സാധനവും എടുത്തു. ഇന്നപ്പോൾ ഉച്ചത്തേക്ക് എന്താ ഫുഡ്? ചോറും മീൻകറി. ഹായ് പറയൂ. ഹായ് ഹായ്. പോയിട്ട് വരട്ടെ. ഇത് കുഴപ്പമില്ലല്ലേ? ആ പക്ഷെ ഇങ്ങനൊരു സാധനം നടക്കുമ്പോൾ കുറച്ച് നോക്കി തന്നെ നടക്കണം. ആ കുട വേണം ബ്രോ, കൊണ്ടുവരാവോ? സത്യം വയ്യ. ഞാൻ അങ്ങോട്ട് വന്ന് നാളെയാവാം തിരിച്ചെത്താൻ. ഇങ്ങോട്ട് കൊള്ളായിരുന്നു കേട്ടോ കപ്പ. കുറച്ചുകൊണ്ട് കഴിക്കണമെന്നുണ്ടോ, പിന്നെ നിങ്ങൾക്ക് കാണുമല്ലോ എന്ന് ചോദിച്ചാൽ. ഉണ്ടായിരുന്നോ ആ ഫിഷ്? സംഭവം ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമുക്ക് അതുവട്ടെ ഒന്ന് അറ്റാച്ച് ചെയ്യാൻ കുറച്ച് സമയമാവും. എനിക്കൊന്ന് കൊള്ളാം, പക്ഷേ ടേസ്റ്റ് കൊള്ളാം. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കുടയും പിടിച്ച് പോകുന്ന ഒരാൾ. ഇതിനെയാണ് എക്സ്പ്ലോറിംഗ് എന്ന് പറയുന്നത്. വാട്ട് എക്സ്പ്ലോറിംഗ്. ഇത് പണ്ടേ പഠിച്ചിട്ടുണ്ടോ ബ്രോ? മുന്നേ പഠിച്ചിട്ടുണ്ടോ ഇത് തുഴയാൻ? ആണോ? ജനിച്ചത് തന്നെ ഇവിടെയാണല്ലേ സാർ? കുഞ്ഞുനാളോട്ടെ നിങ്ങളിതൊക്കെ ശീലമാക്കി. ഞങ്ങളോ സാർ? ഞങ്ങൾ ആരോ എത്ര നാളുണ്ടാവും ആരോ ചോദിച്ചോളൂ തോന്നി. ഇല്ല അല്ലല്ലേ? ആ എന്തോ പറഞ്ഞേ കേട്ടില്ല. ആ ഓ അതാണ്. ആ ഇവിടെ ആയിരുന്നല്ലേ? ആ ഇപ്പം ഞങ്ങളൊക്കെ ഇവിടെ പെട്ടുപോയി തീർന്നല്ലേ. പിന്നെ ഗതികേട് കൊണ്ട് പഠിച്ചോളൂ എന്നല്ലേ. എങ്ങനെയെങ്കിലും പഠിക്കും. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വീഡിയോസാണ് കാണുന്നത്. ഫോട്ടോഗ്രാഫർ വന്നിട്ട് അജിത്തായിരുന്നു. ഈസ് വെരി പ്രൊഫഷണൽ പേഴ്സൺ. അറ്റ് ദ സെയിം ടൈം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. നമ്മൾ പറയുന്നത് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി നമുക്ക് ആ പ്രോപ്പർ ഔട്ട്പുട്ട് എന്തായാലും തരും. റിയലി റെക്കമെൻഡഡ് പേഴ്സൺ ഫോർ എനി വർക്ക്. സീരിയസ്ലി വെരി പ്രൊഫഷണൽ പേഴ്സൺ. പിന്നെ നമ്മൾ തിരിച്ച് റിട്ടേൺ പോവുമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ നേരത്ത് സത്യം പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 3 ദിവസം പോകണം. ഞങ്ങൾ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് പോയതാണെങ്കിലും തീർച്ചയായിട്ടും ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. പക്ഷേ ഇപ്പോൾ ഷൂട്ടിലായിരുന്നാലും എനിക്ക് അവരോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, ഒരു ദിവസം എക്സ്ട്രാ നമുക്ക് വേണ്ടി തരണം. സോ ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അവിടേക്കൊന്ന് ഒരു 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 ചിന്തയും ഇല്ലാതെ റിലാക്സ് ആയിട്ട് ഒന്ന് അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ തോന്നി. പിന്നെ സൈക്കിളിലെ കുറച്ച് ഷോട്ട്സുകൾ എടുക്കണമായിരുന്നു. പിന്നെ പൂളിലെ കുറച്ച് ഷോട്ട്സുകൾ എടുക്കാനുണ്ടായിരുന്നു. സോ ഫോർ മീ 8 വർഷമായില്ലേ, അപ്പോൾ പിന്നെ എല്ലാ ഡ്രസ്സിനോടും കംഫർട്ടായി തുടങ്ങി. ഇതൊരു വർക്കിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു റിയലൈസേഷനാണ്. പിന്നെ രാവിലെ മോർണിംഗിൻ്റെ ഒരു ഷോട്ട് എടുക്കാനുണ്ടായിരുന്നു. സോ അതെടുത്തു. ഇത് ഹോളാണ് കേട്ടോ അവിടുത്തെ. പിന്നെ റൂംസിൻ്റെ കുറച്ച് സീനറികളാണ്. പിന്നെ വെള്ളച്ചാട്ടം. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഉച്ചയോടുകൂടി ഇറങ്ങി. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു, എന്നാലും പെട്ടെന്ന് തന്നെ എത്തി.